എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം. ഈ ചിക്കാഗോ പ്രയർ ലൈനിൽ കടന്നു വന്ന് കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവമായിരിക്കുന്ന കർത്താവ് എനിക്ക് ഒരു സാവകാശം നൽകിയതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതിനായി എനിക്ക് അവസരം ഒരുക്കി തന്ന പാസ്റ്റർ അനീഷ് കരിഞ്ഞാട്ടിൽ പാസ്റ്റർ ജിക്കുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവദാസൻ വളരെ നാളുകൾ ആയി വചനം സംസാരിക്കാനായിട്ട് സമയം ചോദിച്ച് അങ്ങനെ ലഭിച്ചതാണ്. അതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർജി പറഞ്ഞ പോലെ ഗോഡിച്ചിലവ് എന്ന ഒരു കൂട്ടായ്മയിലാണ് കർത്താവദാസനെ പരിചയപ്പെടാൻ ഇടയായി തീർന്നത്. പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും ഒരു നല്ല ഒരു ദൈവിക സുഹൃത്ത് ബന്ധം പുലർത്തുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ചിക്കാഗോ പ്രയർ ലൈനിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഈ ചിക്കാഗോ പ്രയർ ലൈനിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ നോക്കുന്ന സുനിൽ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസനിലൂടെ പരിചയത്തിലൂടെയാണ് അനേക ഹിന്ദി മീറ്റിങ്ങിലൊക്കെയും വചനം സംസാരിപ്പാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ ആഗ്ര പട്ടണത്തിൽ ഉത്തർപ്രദേശിൽ കർത്താവിന്റെ വേലയിലാണ്. കഴിഞ്ഞ 34 വർഷക്കാലമായി ഞങ്ങൾ വടക്കേണ്ടിയിൽ കർത്താവിനെ സേവിക്കാൻ തുടങ്ങിയിട്ട് ഈ വടക്കേണ്ടിയിൽ സുവിശേഷീകരണത്തിൽ പല സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കർത്താവിനെ സേവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് സാവകാശം നൽകി. ഈ സമയം ഞങ്ങൾ ആയിരിക്കുന്ന ഈ പട്ടണത്തിൽ ഇവിടെ ഞങ്ങളുടെ 1.5 വർഷത്തോളമായി ഞങ്ങളുടെ കൂട്ടായ്മ എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ സുവിശേഷ വിരോധികൾ, അവരുടെ പേരൊന്നും എടുത്ത് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ ആരാണ് സുവിശേഷ വിരോധികൾ എന്നുള്ളത്. അവരെല്ലാം ഞങ്ങളെ ഉപദ്രവിക്കുകയും ഞങ്ങളുടെ കൂട്ടായ്മ എല്ലാം നിർത്തലാക്കുകയും ഞങ്ങൾ പോകുന്നതായിരിക്കും സ്ഥലങ്ങളിലൊക്കെയും ഞങ്ങളെ പിന്തുടർന്ന് ഞങ്ങൾക്ക് എപ്പോഴും ഭീഷണികൾ നൽകി ആ സ്ഥലങ്ങളിലോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. രാത്രി സമയങ്ങളിലാണ് വിശ്വാസികളുടെ വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പോരുക, അങ്ങനെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി നിന്നാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. അതിൻ്റെതായിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും ഈ പ്രവർത്തനങ്ങളിലുണ്ട്. എങ്കിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് അന്ത്യത്തോളം ചെയ്യുവാൻ ഞങ്ങൾ ഉത്തരവാദപ്പെട്ട വ്യക്തികളായതുകൊണ്ട് ഈ പട്ടണത്തിലായിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ പട്ടണത്തിൽ അനേക സഭകൾ കഴിഞ്ഞ നാളുകളിലായി അടയ്ക്കുവാൻ ഇടയായി തീർന്നു. വളരെയധികം ക്രൂരമായി ശുശ്രൂഷകന്മാരെ ഉപദ്രവിക്കുകയും ജയിലിലൊക്കെയും ഇടുകയും ചെയ്ത് അങ്ങനെ ഒത്തിരി സഭകളെല്ലാം അടഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ് ഈ ആഗ്ര പട്ടണം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പാസ്റ്റർ പറഞ്ഞ പോലെ ഇവിടുത്തെ ഈ സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന ഒരു ഹിന്ദു ബാബായാണ്. അദ്ദേഹത്തിന്റെ അവരുടേതായിരിക്കുന്ന പ്രത്യേക ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് സഭകൾ എവിടെയെല്ലാം ഉണ്ടോ വീടുകളിലുള്ള ആരാധനകളെല്ലാം നിർത്തലാക്കാൻ അവരുടേതായിരിക്കുന്ന ആയിരക്കണക്കിന് ടീം മെമ്പേഴ്സ് ഉണ്ട്. അവര് ഉത്തർപ്രദേശിന്റെ ഓരോ ഏരിയകൾ, ഓരോ ഡിസ്ട്രിക്റ്റിൽ, പഞ്ചായത്തിലെല്ലാം അവര് വ്യാപരിച്ചു കിടക്കുകയാണ്. അവരുടെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഞായറാഴ്ചകളിൽ എവിടെയെല്ലാം പ്രാർത്ഥന നടക്കും അവിടെയെല്ലാം പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഭകള് അടപ്പിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു സമയകാലമാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ വടക്കേന്ത്യൻ സുവിശേഷീകരണമായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയെ മുൻകൂറായി ചോദിക്കുകയാണ്. നാം ദൈവത്തിന്റെ വിലയിൽ അനേക ദൈവദാസന്മാർ ഈ കൂട്ടായ്മയിലുണ്ടല്ലോ. ദാസന്മാരെ എല്ലാവർക്കും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പഠനകാര്യങ്ങളൊക്കെയും പലപ്പോഴായി പലവിധ ബുദ്ധിമുട്ടുകളാൽ പഠനങ്ങൾ പല സമയങ്ങളിൽ മുടങ്ങിയിട്ടുമുണ്ട്. എങ്കിലും ദൈവം തുണ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം ദൈവസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന സമയത്തിന് അനുസരിച്ച് ഒരു ചെറിയൊരു സന്ദേശവുമായിട്ടാണ് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ളായിരിക്കുന്ന സമർപ്പണത്തെ കുറിച്ച് അല്പസമയം ചിന്തിക്കാൻ ഞാനും കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നാം എല്ലാവരും സുവിശേഷ വേലയെ കുറിച്ച് അറിയാവുന്നവരാണ്. സുവിശേഷം എങ്ങനെ പറയണമെന്നറിയാം, എവിടെ പോയി പറയണമെന്നറിയാം. പക്ഷെ ആ സുവിശേഷ വേലത്തിന് വേണ്ടിയുള്ള സമർപ്പണം ഈ നാളുകളിൽ വടക്കേന്ത്യയിലേക്ക് ഒരൊറ്റ സുവിശേഷകരും സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ വരുന്ന ഒരു കണക്ക് കേൾക്കുന്നില്ല. കാരണം നോർത്തിൽ നിന്നെല്ലാം സൗത്തിലോട്ട് തിരിച്ചു പോകുന്ന കണക്കുകളാണ് കേൾക്കുന്നത്. 100 കണക്കിന് ദൈവദാസന്മാര് കേരളത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ. കാരണം അവരുടെ സഭകളൊന്നും നടത്താൻ പറ്റാതെ 10, 20, 25 വർഷം പഴക്കമുള്ളതായിരിക്കുന്ന സഭകളൊക്കെ അടപ്പിച്ചു, പാസ്റ്റർമാരെ ഉപദ്രവിച്ചു.
അവർക്ക് ആ ദേശങ്ങൾ നിന്ന് വെക്കാൻ പറ്റാതെ വന്നിരിക്കുന്ന പല അവസരങ്ങളിൽ അവരെല്ലാം തിരിച്ച് കേരളത്തിലേക്ക് പോയ അവസ്ഥയാണ്. എന്റെയും ജീവിതത്തിൽ അങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചാണ്. ഈ ഉപദ്രവങ്ങൾ കേൾക്കുമ്പോഴേക്കും കേരളത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പല സഭകളുമായിട്ട് സംസാരിക്കുക, അവരെല്ലാം കേരളത്തിൽ വന്നാൽ സഭാ ചാർജ് തരാമെന്നല്ല ഏറ്റതാണ്. പക്ഷേ ഈ വടക്കേ ഇന്ത്യക്ക് വേണ്ടിയുള്ള സമർപ്പണം ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോഴും ഈ ദേശത്ത് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും ഇന്ന് പാൽക്കാലം ചിന്തിക്കുവാനായിട്ട് ഞാനും ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിൽ രണ്ട് ഭാഗങ്ങൾ, സമയം വളരെ ചുരുക്കമായതുകൊണ്ട് വേഗത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. കാരണം ഈ ദൈവവേല എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു വേലയല്ല, അത് ദൈവിക ഇഷ്ടപ്രകാരം നാം ചെയ്തെടുക്കുന്ന ഒരു വേലയാണ്. അത് നാം സമർപ്പിക്കാൻ, നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ദൈവസന്നിധിയിലേക്ക് ആദ്യം പകരേണ്ട കാര്യം നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് ദൈവത്തിന് വേണ്ടി നാം ഹൃദയം സമർപ്പിക്കണമെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ തിരുവചനം പറയുന്നത്, സദൃശവാക്യം 23-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം പറയുന്നത്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. സ്തോത്രം. ശലോമോൻ രാജാവ് ജ്ഞാനങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് താൻ പറയാണ്, തന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ദൈവത്തിന്റെ വഴി എന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നാം സമർപ്പിക്കപ്പെടുമ്പോൾ ആദ്യം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടാണ്. വി നീഡ് ടു ഡെഡിക്കേറ്റ് അവർ ഹാർട്ട് ടു ദ ലോർഡ്. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നന്നായിട്ട് മനസ്സിലാക്കിയ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്, മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഇമ്പമായി തീരുന്നത് ദൈവത്തിന്റെ ഇഷ്ടം മാത്രമായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യണം. എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 61-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ഇന്നുള്ളത് പോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. സ്തോത്രം. ഇവിടെ പറയുന്നത് ഈ ദൈവത്തിന്റെ നമ്മുടെ ഹൃദയം സമർപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുവാനും വേണ്ടിയാണ് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ഏകാഗ്രതയോടെ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കൽപ്പനയാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തെല്ലാം പോയി സുവിശേഷം അറിയിക്കണമെന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ആണ് നാം ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പണത്തിന് നമ്മുടെ ഹൃദയത്തെ കൊടുക്കുവാൻ ഇടയായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പരമേൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണ്, അത് ദൈവത്തിന്റെ ഹിതപ്രകാരമായി തീരുവാൻ ഇടയായി തീരും. സങ്കീർത്തനം 37-ന്റെ 4-5 വാക്യം, സാം 37:4-5 പറയുന്നത്, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്കു തരും, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവൻ അത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്നത്, ദൈവത്തിൽ യഹോവയിൽ തന്നെ രസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷകരവും ഏറ്റവും സംതൃപ്തിയുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ആ രസത്തിൽ നാം നമ്മുടെ ഹൃദയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് നിറവേറ്റി തരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് നമ്മുടെ ഹൃദയത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നാം അത് സുവിശേഷ വേലയ്ക്കായാലും ജോലി മേഖലയിലായിരുന്നാലും ഏതു നിലയിലാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ നാം ദൈവത്തിൽ
രസിക്കണം, ദൈവത്തെ സന്തോഷിക്കണം. ആ ദൈവത്തിന്റെ ആ കൽപ്പനകളെല്ലാം നാം പഠിച്ച് മനസ്സിലാക്കി അതിൽ നാം രസിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിറവേറ്റി തരികയും, അത് പിന്നെ പറയും, നിന്റെ വഴി യഹോവയെ ഭരമേൽക്ക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയാൻ നമ്മുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുക. രണ്ടാമത്തെ കാര്യങ്ങൾ, റിഫ്ലക്ട് ഓൺ യുവർ മോട്ടീവ്. നമ്മുടെ ഉദ്ദേശങ്ങൾ പ്രതിഫലിപ്പിക്കുക. നാം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. എന്തിനാണ്, എങ്ങനെയാണ്, എവിടെയാണ്, അങ്ങനെയുള്ളതായിരിക്കുന്ന ചില ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ഉദ്ദേശങ്ങൾ നമുക്ക് പ്രതിഫലിപ്പിക്കുക. അതിനെക്കുറിച്ച് സങ്കീർത്തനം 139 23 24 വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഇവിടെ ഒരു സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം തന്നെത്താൻ ഒന്ന് പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പറയാണ്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. നാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തോട് നാം എപ്പോഴും പറയേണ്ട, ചോദിക്കേണ്ട കാര്യമാണ്, കർത്താവേ എന്നെ ഒന്ന് ശോധന ചെയ്യണമേ. നാം ദൈവവേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ സമർപ്പിച്ച് നമ്മൾ അങ്ങ് പോവുകയാണ്, ദൈവത്തോടൊന്നും ചോദിക്കത്തില്ല. നമ്മുടെ ഉള്ളിൽ എന്താണെന്ന്, നാം എന്താ ആഗ്രഹിക്കുന്നതെന്നും, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യണമോ, ഹൃദയത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നൊന്നും നമ്മൾ ചോദിക്കാറില്ല. ഏതെങ്കിലും പാസ്റ്റർമാർ വരും, 1-2-3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെക്കും, തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്തിട്ട് നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പറഞ്ഞു വിടുകയാണ്. കാരണം എനിക്ക് അറിയാവുന്ന കാര്യം, എന്നെ അയക്കുമ്പോഴത്തേക്ക് എനിക്ക് 20 വയസ്സുള്ള സമയത്താണ് എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നത്. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. 2-3 ദേവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്ത് വടക്കേന്ത്യയിലേക്ക് അയക്കുകയായിരുന്നു. അങ്ങനെ ആണ് പോരുന്നത്. അപ്പൊ ആ സമയങ്ങളിലൊന്നും അറിയത്തില്ല എന്താ സംഭവം എന്നൊന്നും. ദൈവവേലയ്ക്ക് പോകണം, ചെറുപ്രായം മുതലുള്ള ആഗ്രഹമായിരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ ടീച്ചർമാർ ചോദിക്കും, വലുതായി കഴിയുമ്പോൾ എന്തായി തീരും? അന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, പാസ്റ്റർ ആകണം, ഉപദേശിയാകണം. അന്ന് അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. 8-ാം ക്ലാസ് 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരൻ എന്നെ ഉപദേശി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ എപ്പോഴും സുവിശേഷ വേലയെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളായിരുന്നു. കാരണം ചെറുപ്രായം മുതലേ അങ്ങനെ ശീലിച്ചു പോയത് കൊണ്ട് ആ ഒരു ചിന്താഗതി മനസ്സിൽ കിടന്നു. എവിടെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണമെന്ന് കേട്ട് കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യ. ഏത് ദേശമെന്ന സ്ഥലം ഒന്നും അറിയത്തില്ല, ഒറ്റ കാര്യം അറിയത്തു, വടക്കേ ഇന്ത്യ. കാരണം ഞങ്ങളുടെ സഭയിൽ നിന്ന് ഒത്തിരി ദൈവദാസന്മാർ വടക്കേ ഇന്ത്യയിൽ, ഡൽഹിയില്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബില്, രാജസ്ഥാൻ, ഹരിയാന, ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെല്ലാം ഒരുപാട് ദേവദാസന്മാർ ദൈവവേലയ്ക്ക് വേണ്ടി കടന്നു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് മനസ്സിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, വടക്കേന്ത്യക്ക് പോകണം. ഭാഷ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ദൈവം അയച്ചത് കൊണ്ട് 92-ലാണ് വടക്കേന്ത്യയിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീർന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ്. ആ ദൈവത്തോട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ജീവിതത്തിൽ പല ശോധനകൾ, കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നതിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർ വിചാരിക്കും ഈ പ്രായത്തിൽ ഇതെല്ലാം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. 10-12 പ്രാവശ്യം സുവിശേഷ വിരോധികളാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എത്ര ചരിത്രങ്ങളുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ നാൾ മുതൽ 94-ലാണ് ആദ്യമായിട്ട് സുവിശേഷ വിരോധികളുടെ മുമ്പിൽ ചെല്ലുന്നത്. ഓടിച്ചിട്ട് തല്ലിയതാണ്. പക്ഷെ അന്നും ഒരു ഒറ്റ ആഗ്രഹമുണ്ട്, വടക്കേന്ത്യക്ക് വേണ്ടി ജീവിക്കുക, വടക്കേന്ത്യയിൽ തന്നെ ജീവിത അവസാനം വരെ സുവിശേഷ വേല ചെയ്യണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നെ ഇന്നും ഈ ദേശത്ത് നിലനിർത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകണമെന്നുള്ള കാര്യം നാം സ്വയമായിട്ട് അറിയുന്നില്ല. ദൈവത്തോട് നമ്മൾ പറയണം, കർത്താവേ എന്നെ ഒന്ന് അറിയണമേ. ദൈവത്തിന് സ്തോത്രം. 24-ാം വാക്യത്തിൽ പറയുന്നത്, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനേക
വിശ്വാസ വീരന്മാർ പട്ടുപോയിരിക്കുന്ന പോർക്കളത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എപ്പോഴും നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു പോർക്കളമാണ് ഈ സുവിശേഷ വേല എന്ന് പറയുന്നത്. അപ്പോ ദൈവസന്നിധിയിൽ വ്യസനത്തിനുള്ള മാർഗം നമ്മിൽ ഉണ്ടോ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് പറയാണ്, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. സ്തോത്രം, ഹല്ലേലൂയ. അത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ. അതിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ, അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ലഭിക്കണമെങ്കിൽ, സദൃശവാക്യം 16 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ശലോമോൻ പറയുന്നു, നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. സ്തോത്രം. നമ്മുടെ പ്രവർത്തികളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശങ്ങൾ അത് സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം നാം ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിന്റെ ഒരു പാതയിലൂടെ അല്ല നാം നടക്കുന്നത്. നമ്മെ ഭരമേൽപ്പിച്ച ആ ഉത്തരവാദിത്വം എന്തോ അത് നന്നായി നാം മനസ്സിലാക്കിയിട്ടാണ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ സകല കാര്യങ്ങളും സമർപ്പിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നാം എന്ത് പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതിന് മുമ്പ് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. എങ്കിൽ മാത്രമേ ആ സമർപ്പണത്തിന്റെ ആ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അത് മാത്രമല്ല, നാം ഈ ഒരു സമർപ്പണത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിന്റെ 3-4 വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഒന്നാമത്തെ കാര്യം, നാം സംസാരിക്കുന്ന ഈ സമർപ്പണത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന ഈ ദൈവത്തിന്റെ ഈ പ്രബോധനം എന്ന് പറയുന്നത് അത് അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ വന്നതല്ല. ദൈവത്തിന് സ്തോത്രം. അത് നാം എപ്പോഴും മനസ്സിലായിരിക്കണം. കാരണം ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ ഒരു പ്രേഷ്യസ് ആയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അതിന്റെ 4 വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് മനുഷ്യർക്കായിട്ടുള്ളതല്ല. നാം കൊള്ളാവുന്നവരായി തെളിഞ്ഞു വന്ന് ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ് നാം ദൈവത്തിന്റെ ഈ സുവിശേഷം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വ്യക്തമായി നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഉദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. സ്തോത്രം. കാരണം ഇത് മനുഷ്യരിൽ നിന്ന് ലഭിച്ചതല്ല, ഇത് ദൈവം നമുക്ക് വേണ്ടി നൽകിയ ഒരു അനുഗ്രഹമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ നാം ഒന്നാമത് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു, രണ്ടാമത് നമ്മുടെ ഉദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു, മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് പശ്ചാത്തപിക്കുകയും പാപമോചനവും നേടി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പശ്ചാത്താപവും പാപമോചനവും നേടുന്ന ഒരു ഗുണവും കൂടെ ഉണ്ടായിരിക്കണം. 2 ദിനവൃത്താന്തം 7 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുന്നത്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർനടപ്പുകളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇവിടെ ദൈവം പറയപ്പെട്ട ഒരു കാര്യം അന്യജാതിയോടോ ദൈവത്തെ അറിയാത്തവരോടല്ല പറയുന്നത്. ദൈവത്തിന്റെ നാമം വിളിക്കപ്പെട്ട ജനങ്ങളോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച്. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു താഴ്മ ഉണ്ടായിരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം, അത് ദുർമാർഗങ്ങളെ വിട്ടുമാറുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. ഇങ്ങനെ നാം ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നത്. സ്തോത്രം. ആ ദൈവം കേട്ടിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപം ഞാൻ ക്ഷമിക്കും, നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ദേശത്തിന് സൗഖ്യം കൊടുക്കുമ്പോൾ തന്നെ നമുക്കും സൗഖ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നാം സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല.
കാരണം നാം നമ്മളെ തന്നെ താഴ്ത്തി ഭരമേൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മോടുള്ളതായിരിക്കുന്ന ആ അധർമ്മത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നും കിടന്ന നമ്മെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ ദേശത്തിനും നമുക്കും സൗഖ്യം നൽകുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിത്തീരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ സമർപ്പണത്തിൽ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴും പശ്ചാത്താപത്തോടും പാപമോചനത്തോടും കൂടി മാത്രമേ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമുക്ക് അത് തയ്യാറാകുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിരിക്കുന്ന സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ സമർപ്പണത്തെ കുറിച്ച്, ഈ പശ്ചാത്താപത്തെയും പാപമോചനത്തെയും കുറിച്ചും പറയുന്നത് 51 സങ്കീർത്തനത്തിന്റെ 9ഉം 10ഉം വാക്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. സ്തോത്രം. ജീവിതത്തിൽ പാപവും അതിക്രമവും ഒക്കെ ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ആ വിളി വന്നു കഴിയുമ്പോൾ, നാം ചെയ്തതായിരിക്കും തെറ്റുകളെ കുറിച്ച് ദൈവം ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് ദാവീദ് പറഞ്ഞതുപോലെ ദൈവത്തോട് പറയാൻ സാധിക്കും, ദൈവമേ, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങളൊക്കെയും മായിച്ചു കളയണമേ. സ്തോത്രം, ഹല്ലേലൂയ. കാരണം നമ്മുടെ പാപവും അകൃത്യവും എല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് ഒരിക്കലും ദൈവവേലയ്ക്ക് വേണ്ടി നാം ഇറങ്ങുവാൻ സാധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കാരണം സദൃശവാക്യം 28ന്റെ 13-ാം വാക്യത്തിൽ ശലോമോൻ പറയുന്നു, നിന്റെ തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലംഘനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതെന്ത് ചെയ്യുന്ന, മറച്ചു വെക്കാതിരിക്കണം. ദാവീദ് അങ്ങനെയാണ് ചെയ്തത്. ദാവീദ് പറയുന്നത്, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അറിയുന്നു, അതെന്റെ കൺമുമ്പിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു പശ്ചാത്താപം ഏറ്റവും അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ ശലോമോൻ പറഞ്ഞത് എന്താണ്? എന്റെ തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. കാരണം ദൈവത്തിന്റെ വേല എന്ന് പറയുന്നത് ശുഭമായ വേലയാണ്. ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേലയാണ് ഈ സുവിശേഷ വേല എന്ന് പറയുന്നത്. അതിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ലംഘനങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടായിരിക്കണം, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കണം. അങ്ങനെയെല്ലാം ഏറ്റു പറഞ്ഞുവെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുവാനിടയായി തീരത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ ദൈവസന്നിധി നാം പാപമോചനവും പശ്ചാത്താപവും കഴിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ നിന്ന് സ്വയം വേർപെടുത്തുക. സെപ്പറേറ്റ് യുവർസെൽഫ് ഫ്രം ദ വേൾഡ്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ സ്വയം വേർപെടുത്തണം. അതാണ് സമർപ്പണത്തിന്റെ 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വേദഭാഗമാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. സ്തോത്രം. ഇതാണ് ഈ ലോകത്തിൽ നിന്ന് നാം ഒരു സെപ്പറേറ്റ് ജീവിതം ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. പറയുന്നത് ഇങ്ങനെയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നാം ഈ ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്തുള്ള സകല വൈഭവങ്ങളും എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നാം അറിഞ്ഞും അറിയാതെയും അനേക ലോകമോഹങ്ങളിൽ നമ്മുടെ കണ്ണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വിരഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിരഞ്ഞോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ജഡമോഹം ഉണ്ടാകാം, കൺമോഹം ഉണ്ടാകാം, ജീവനത്തിന്റെ പ്രതാപം എല്ലാം ഉണ്ടാകാം. അത് ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 കാര്യത്തിൽ നിന്ന് വേർപെടാൻ ഒരു മനുഷ്യന് സാധിക്കത്തില്ല. അതിന് ഒരു ദൈവിക സമർപ്പണത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് വേർപെടുവാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം
ഇത് നമുക്കറിയാം, ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കർത്താവ് യേശു ക്രിസ്തു 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പോൾ പിശാച് ചെന്ന് പരീക്ഷിക്കുമ്പോൾ ലോകത്തുള്ള സകല വൈഭവങ്ങളും ദൈവത്തെ കാണിച്ചിട്ട് പറയാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. നോക്കണേ, അതാണ് ഈ ലോകത്തിന്റെ മോഹങ്ങൾ. അതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ പിശാച് കാണിച്ചിട്ട് പറയാണ്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി, ഞാൻ ഇതെല്ലാം തരാം. അവിടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ദൈവത്തെ അല്ലാതെ മറ്റൊരുത്തനെ നമസ്കരിക്കാൻ പാടില്ല. ഇന്ന് അനേകര് എന്തുകൊണ്ടാണ് ഈ വടക്കേണ്ടിയെ തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട്. ഒരു സമയങ്ങളിൽ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിച്ചവര് ഇന്ന് പലരും തെറ്റായ ഗ്രൂപ്പുകളിലെല്ലാം ചേർന്ന്, ചിലര് യേശു മാത്രം മതി എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പിൽ പോകുന്നു, ചിലര് പരിശുദ്ധാത്മാവ് മാത്രം എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് പോകുന്നു. അങ്ങനെ എത്ര കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന അതിലേക്ക് അനേകർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാരണം എന്താണ്? ചില മോഹങ്ങൾ അവർക്ക് ലഭിക്കുകയാണ്. ചില ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എന്ന പേരിൽ അവർക്ക് ചില നന്മകൾ കിട്ടുമെന്ന് അറിയുമ്പോൾ അതിലേക്ക് അവർ ഒഴുകി പോവുകയാണ്. എൻ്റെ അടുക്കലും പല അങ്ങനെയുള്ള ലീഡർമാര്, നേതാക്കന്മാരെയൊക്കെ പലരും ഈ ആഗ്രഹപട്ടണത്തിൽ വന്ന് ക്ഷണിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ അവരോടെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇല്ലാത്ത ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ ഒരിക്കലും വരത്തില്ല. സ്തോത്രം. കാരണം അത് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, രക്തത്തിലും അത് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സത്യമാണ്. ആ സത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ സാധിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു കാര്യമാണ് നാം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് നാം പോകാതിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ഒത്തിരി കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരുപാട് കഷ്ടതകളൊക്കെയും വരും. പക്ഷെ ദൈവം ഒരു നാളും നമ്മെ പട്ടിണി ഉണ്ടാത്തില്ല. ദൈവം ഒരു നാളും നമ്മെ വെളിമ്പ്രദേശത്തെ കടക്കുവാൻ അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 34 വർഷമായിട്ട് ഞാൻ ഒരു ദിവസം പോലും പട്ടിണി കിടന്നു എന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ദൈവം എന്നെ നടത്തി. ദൈവത്തിന് സ്തോത്രം. ബാങ്ക് ബാലൻസോ സ്വന്തമായ ഭവനമോ ഒന്നുമില്ല, കേരളത്തിലുമില്ല, വടക്കേന്ത്യയിലുമില്ല. പക്ഷേ ഒരു വിശ്വാസം, ദൈവം ഒരു നാളും കൈവിടത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോള് ഫിസിയോതെറാപ്പിക്ക് ഇപ്പോൾ 4ാം വർഷമാണ് കയറിയിരിക്കുന്നത്. ഈ 4ാം വർഷത്തെ ഈ മാസം ഒരു ഭാരിച്ച തുക ഫീസ് അടയ്ക്കണമായിരുന്നു. ഇതുവരെയും കാര്യങ്ങളൊന്നും ഒന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം ഒരുക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ആ വിശ്വാസത്തിന്റെ കാര്യം എന്ന് പറയുന്നത് നാം ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, ലോകത്തിലല്ല, മനുഷ്യരിലല്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേകരെ നമുക്ക് ക്ഷണിക്കാൻ സാധിക്കും. അനേകരോട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാൻ സാധിക്കും. കാരണം നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹിന്ദിയിൽ പറയും, ധർമ്മി ജൻ കി പ്രാർത്ഥന കി പ്രഭാവ് സെ ബഹുത് കുച്ച് ഹോ സക്ത ഹൈ. അതായത് നീതിമാന്റെ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം നാം ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്നെല്ലാം നാം മാറി ജീവിക്കുന്ന ഒരു കൂട്ടരാണ് ഈ സുവിശേഷ വേലക്കാരെന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്ര. ഹല്ലേലൂയ. കാരണം നാം ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. സ്തോത്രം. ഈ ലോകമോഹങ്ങളിൽ നിന്നെല്ലാം നാം വേർപെട്ടിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കറിയാം നമ്മുടെ പൗരത്വം, നമ്മൾക്ക് താമസിക്കേണ്ട യഥാർത്ഥ പെർമനന്റ് പ്ലേസ് എന്ന് പറയുന്നത് സ്വർഗത്തിലാകുന്നു. സ്തോത്രം. അവിടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്നുള്ള ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ഈ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ മുഖ്യമായ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് യേശുവേ നീ വേഗം വരണമേ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ഒരു പ്രത്യാശ. ആ ഒരു കാത്തിരിപ്പ് വരുമ്പോൾ ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് നാം സെപ്പറേറ്റ് ആയി തന്നെ ജീവിച്ചെങ്കിൽ മാത്രമേ ആ കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് കാത്തിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ നാം നോക്കുമ്പോൾ അനേക ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെടുന്നു, അനേക സഭകൾ അടയ്ക്കപ്പെടുന്നു, അനേകർ ജയിലറുകളിൽ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരാകാതെ ഇരിക്കാതെ
ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. സ്തോത്രം. നാം ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നമ്മെ ഒരു ശല്യം ചെയ്യത്തില്ല, തല്ലാനും പറയത്തില്ല, ജയിലിലും കൊണ്ടിടത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു. പക്ഷേ നാം ലോകക്കാരല്ല, ലോകമോഹത്തിൽ ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം നമ്മെ പകയ്ക്കുമെന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ ലോകം നമ്മെ പകയ്ക്കുന്നു എന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും: ഞാൻ എന്റെ സമർപ്പണം ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് വൃഥാവായി തീരത്തില്ല. കാരണം ഇത് ദൈവം മുന്നമേ അറിയിച്ച ഒരു അറിയിപ്പാണല്ലോ. അതിൽ നിലനിൽക്കുവാനുള്ള ദൈവിക കൃപ പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കടമ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുക. എന്റെ സമയം തീരാറായെന്ന് തോന്നുന്നു, പക്ഷെ സമയം തീരാറായാലും ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സമയം തീർന്നു. അപ്പോൾ ഞാനപ്പോ നിർത്തിയാണ്. ഇന്ന് നാം കേട്ടത് നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക, നമ്മൾ ഉദ്ദേശങ്ങളെ പ്രതിഫലിപ്പിക്കുക, പശ്ചാത്തപിക്കുകയും പാപമോചനത്തോടും കൂടി സമർപ്പിക്കുക, ലോകത്തിൽ നിന്ന് സ്വയം വേർപ്പെടുത്തുക. ഇനിയും ഒരു കുറെ ഭാഗങ്ങളുണ്ട്. ദൈവം സഹായിച്ച് ഇനി എന്തെങ്കിലും ഒരു സാവകാശം ലഭിക്കുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ തീർച്ചയായും പറയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഈ ലോകത്തായിരിക്കുന്നത് ഒരു സമർപ്പണത്തോടു കൂടി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചുവെങ്കിൽ അന്ത്യത്തോളം ദൈവം നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കത്തില്ല, നമ്മെ കൈവിടത്തില്ല. ഈ പ്രത്യാശയിൽ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എനിക്ക് സമയം നൽകിയ കർത്താവിന്റെ ദാസനും നന്ദി രേഖപ്പെടുത്തി ഞങ്ങളെ പ്രാർത്ഥിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്ക് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായ, എത്ര ശക്തമായിട്ടുള്ള സുവിശേഷ വേലക്കാരായ നമുക്ക് വേണ്ടിയുള്ള ഒരു ദൈവവചനമായിരുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം റജി കോശി ബ്രദർ പ്രാർത്ഥിച്ച് രാജുക്കുട്ടി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇവിടെ നമ്മൾ പൂർണ്ണമാക്കുന്നതാണ്. ഇന്ന് കർത്താവിൻ്റെ, ഞാൻ ഇന്ന് നീല ഉടുപ്പാണ് ഇട്ടത്. കർത്താവിൻ്റെ ദാസന് നീല ഉടുപ്പായിട്ടിരിക്കുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് പോലെ നീലയാണ്. സാധാരണ നമ്മൾ വെള്ളയായിരുന്നു. നീല എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ്. ഇവിടെ ചിലപ്പം ചോദിക്കും നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്തുവാന്ന് ചോദിക്കും. ഞാനപ്പം ചിന്തിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തോ ഫേവറേറ്റ് കളർ. നീല എന്നുവെച്ചാൽ അനന്തമായ ആകാശത്തിൻ്റെ നിറം നീലയാണ്, അനന്തമായ സമുദ്രത്തിൻ്റെ നിറം നീലയാണ്. നീല അനന്തതയെ കുറിക്കുന്നതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, അതേക്കുറിച്ചാണല്ലോ നമ്മളിന്ന് സംസാരിച്ച്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ നാല് പോയിന്റുകൾ പറഞ്ഞു. സുവിശേഷ വേലക്കാർക്കുണ്ടായിരിക്കേണ്ട പ്രാഥമികമായ അടിസ്ഥാന യോഗ്യതയാണ്. അഞ്ചാമതും ഉണ്ട്, പിന്നെ ആറാമതും ഒക്കെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞേനെ. ഇത് നമുക്ക് ഇത്ര സമയമുള്ളല്ലോ, അല്ലെ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവിൻ്റെ ദാസൻ 1.5 മണിക്കൂറാക്കാൻ വിഷയങ്ങൾ പറഞ്ഞേനെ. പ്രിയമുള്ളവരെ, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ രണ്ടാമതല്ല, പൂർണ്ണ ഹൃദയത്തോടുകൂടെ പോവുക എന്നുള്ളതാണ്. നമ്മൾ സുവിശേഷ വേലക്കാർ പലപ്പോഴും പകുതി മനസ്സോട് പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബൈബിൾ സ്കൂളിൽ പോകുന്ന വേറെ ഒന്നിനും അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോകാം, വേറെ വല്ലത്തിനും കിട്ടുന്നോ നോക്കട്ടെ, കിട്ടിയില്ലെങ്കിൽ പോകാം എന്നൊക്കെ ഉള്ള ചിന്താഗതികളുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഫാമിലി തന്നെ അത് നല്ലൊരു ജോലിയല്ലയോ, അച്ഛനൊക്കെ നല്ലതല്ലയോ, വേറെ എന്ത് സ്ഥാനമാണ് കിട്ടുന്നതെന്നോ ആളുകൾ ചിന്തിക്കും. നമ്മളൊരു പ്രയർ മീറ്റിങ്ങിന് പോയിരുന്ന ഞാനിപ്പോൾ 25, 28 വയസ്സ്, 27 വയസ്സുള്ളപ്പോൾ അയാൾ ഞാനൊരു പ്രയർ മീറ്റിങ്ങിന് പോയാൽ 50, 60, 70 വയസ്സുള്ള അപ്പച്ചന്മാരെല്ലാം താഴെ ഇരിക്കും, ഞാൻ കസേരയിലിരിക്കും. എനിക്കതിൻ്റെ അകത്ത് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. എന്നാൽ അങ്ങനെ താല്പര്യമുള്ളവർ കാണും. നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് അതാണ് കർത്താവ്, ഉദ്ദേശശുദ്ധിയോടുകൂടെ. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് പല പല ഉപദേശങ്ങളും ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ആ കർത്താവ് പറഞ്ഞ ആ ഉപദേശങ്ങളിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇന്ന് കർത്താവിൻ്റെ വേർപെട്ട ജീവിതം നമ്മൾ കേട്ടിട്ടുണ്ട്. വേർപാടുകാരെന്ന് കേട്ടിട്ടുണ്ട്. അവർ ആരംഭിച്ചത് എങ്ങനെയാണ്? ബ്രദറൻ സഭ, വേർപാടുകാർ ലോകത്തിൽ നിന്ന് വേർപെട്ട്, ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നൊക്കെ വേർപെട്ടുള്ള ജീവിതം എന്നുള്ള രീതിയിലാണ് വേർപാട് ആരംഭിച്ചത്. ഞാൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ സെമിനാരിൽ പോകുന്നതിന് മുമ്പ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 3 മാസം പഠിച്ചു തിരുവല്ലയിൽ. അന്നേരം അവിടെ ഉണ്ടായിരുന്നൊരു പാവം പിടിച്ച ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വേർപാടുകാർ വേർപെട്ട ജീവിതം, ഇപ്പോൾ അവർ ദൈവത്തിൽ നിന്നും വേർപെട്ട ജീവിതമാണ് കാണുന്നതെന്നൊക്കെ പറയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. പക്ഷേ നമ്മുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആ ലോകക്കാരെ പോലെയല്ല.
ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ ഏക ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതായിട്ടുള്ള ആ ജീവിതം പിന്തുടരുക എന്നുള്ളതാണ്. ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, പക്ഷേ അതായിരിക്കത്തില്ല നമ്മുടെ പ്രയോറിറ്റി. നമ്മൾ കർത്താവിൻ്റെ ജീവിതം എടുത്ത കർത്താവ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും വെച്ചു, പക്ഷേ ഒരിക്കലും പ്രയോറിറ്റി എന്തായിരുന്നു? ആ പ്രാഥമികമായിട്ടുള്ള ഇത് കർത്താവ് എപ്പോഴും പറയുന്നതാണ്, ഞാൻ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങളോട് അറിയിക്കുന്നു. പിതാവിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ആഹാരം. ആഹാരമൊക്കെ വേണം, പക്ഷേ എല്ലാം ലോകത്തിലെ കാര്യങ്ങളൊക്കെ കർത്താവ് ഉപയോഗിച്ചു, പക്ഷേ ഏറ്റവും കൂടുതലാണ് പിതാവിൽ നിന്ന്, പിതാവിൻ്റെ ഹിതം, ദൈവഹിതം പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവമക്കളാണെങ്കിൽ, നമ്മൾ സുവിശേഷ വേലക്കാരാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, പക്ഷേ ദൈവഹിതം നിവർത്തിക്കാനായിട്ട് അല്ല. കുറച്ച് വയസ്സായിട്ട് കഴിയുമ്പോൾ പിന്നെ അതെല്ലാം മാറ്റിയിട്ട് എന്നാൽ ഇനി നമുക്ക് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ആപത്തിൽ അവരകപ്പെട്ടു പോയത് നമ്മൾ കണ്ടു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിട്ട് അത് മാറി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ് എല്ലാം തകർന്നു പോയത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള ആ കാര്യത്തിൽ നിന്ന് ശ്രദ്ധ വിട്ടു പോകാതെ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞില്ല, എന്തെല്ലാം കഷ്ടപ്പാടുകൾ വന്നിട്ടും വേറെ ആളുകൾ എന്തെല്ലാം ഓഫർ ചെയ്തിട്ട് അതൊന്നും എടുക്കാതെ ഏകാഗ്രതയോടുകൂടെ, കർത്താവിലുള്ള ഏകാഗ്രതയോടുകൂടെ നിലനിൽക്കുവാനായിട്ടാണല്ലോ കർത്താവിൻ്റെ ദാസൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് തൻ്റെ ആഗ്രഹത്തെ മാനിക്കട്ടെ. ആ കഷ്ടപ്പാടുകളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ഒക്കെ കർത്താവ് തുണയായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല പല ആവശ്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്, പക്ഷേ കർത്താവിൽ പൂർണ്ണ വിശ്വാസത്തോടെ പോയ ആവശ്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റും. ആ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകുന്നതിന് കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, നന്ദി പ്രകാശിപ്പിക്കുന്നു.